സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ. സാറ്റലൈറ്റ് പേലോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണിത്. ഇൻകമിങ് സിഗ്നലിനെ എർത്ത് സ്റ്റേഷനിൽ നിന്ന് വരുന്ന അപ്ലിങ്ക് ഫ്രീക്വൻസിയിൽ വരുന്ന ഇൻകമിങ് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഫ്രീക്വൻസി ട്രാൻസ്ലേറ്റ് ചെയ്ത് റീട്രാൻസ്മിറ്റ് ചെയ്യുക എർത്തിലേക്ക്. ഇതാണ് ഒരു ട്രാൻസ്പോണ്ടറിൻ്റെ ഫങ്ഷൻ. ഫസ്റ്റ് കമ്പോണൻ്റ് ആണ്, ഏറ്റവും ആദ്യം വരുന്ന കമ്പോണൻ്റ് ആണ് LNA, ലോ നോയിസ് ആംപ്ലിഫയർ. വീക്ക് ഇൻകമിങ് സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മോഡേൺ LNA യൂസസ് ഗാലിയം ആർസനൈഡ് FET ആൻഡ് HEMT. HEMT എന്ന് പറഞ്ഞാൽ ഹൈ ഇലക്ട്രോൺ മൊബിലിറ്റി ട്രാൻസിസ്റ്റർ. അങ്ങനെ വീക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഫ്രീക്വൻസി കൺവേർഷനാണ്, ഡൗൺ കൺവേർഷൻ ചെയ്യാൻ, ഡൗൺലിങ്ക് ഫ്രീക്വൻസിയിലേക്ക് ഫ്രീക്വൻസി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രീക്വൻസി കൺവേർട്ടർ ഉപയോഗിക്കുന്നത്. ഡൗൺലിങ്ക് വഴി ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു റിക്വയർഡ് പവർ ലെവൽ അച്ചീവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് പവർ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് സ്റ്റേജിൽ ബാൻഡ് പാസ് ഫിൽറ്റർ, അലോ ഓൺലി ഡിസൈർഡ് ഫ്രീക്വൻസി ബാൻഡ് ടു പാസ്. 2 ടൈപ്സ് ഓഫ് ട്രാൻസ്പോണ്ടർ ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ബെൻഡ് പൈപ്പ് ട്രാൻസ്പോണ്ടർ. ബെൻഡ് പൈപ്പ് ട്രാൻസ്പോണ്ടർ ജസ്റ്റ് ആംപ്ലിഫൈ ചെയ്യും ആൻഡ് ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ നടത്തും, എന്നിട്ട് സിഗ്നലിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. സിഗ്നൽ പ്രോസസ്സിംഗ് ഒന്നും ചെയ്യില്ല. ബെൻഡ് പൈപ്പ് ട്രാൻസ്പോണ്ടർ കോമൺ ആയിട്ട് കാണുന്നത് TV ബ്രോഡ്കാസ്റ്റിങ്ങിലാണ്. പാസീവ് സാറ്റലൈറ്റിൻ്റെ കേസിൽ അവിടേക്ക് വരുന്ന ഇൻകമിങ് സിഗ്നലിനെ ജസ്റ്റ് റീട്രാൻസ്മിറ്റ് മാത്രമാണ് ചെയ്യുക. ആംപ്ലിഫൈയും ഫ്രീക്വൻസി ട്രാൻസ്ലേഷനും ചെയ്യില്ല, പ്രോസസ്സിങ്ങും ചെയ്യില്ല. ബെൻഡ് പൈപ്പ് ട്രാൻസ്പോണ്ടർ ആംപ്ലിഫൈ ചെയ്യും, ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ ചെയ്യും, റീട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് റീജനറേറ്റീവ് ട്രാൻസ്പോണ്ടർ. റീജനറേറ്റീവ് ട്രാൻസ്പോണ്ടറിൽ അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡീമോഡുലേഷൻ. ഡീമോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ മെസ്സേജ് സിഗ്നലിലേക്ക് മാറ്റുക. ആ ഒറിജിനൽ മെസ്സേജ് സിഗ്നലിനെ ആവശ്യമായ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യും, വീണ്ടും റീമോഡുലേറ്റ് ചെയ്തിട്ട് സിഗ്നലിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് റീജനറേറ്റീവ് ട്രാൻസ്പോണ്ടർ ഉപയോഗിക്കുന്നത്. മോഡേണായ എല്ലാ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിലും റീജനറേറ്റീവ് ട്രാൻസ്പോണ്ടറാണ് ഉപയോഗിക്കുന്നത്. നോർമലി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന C-ബാൻഡിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്പോണ്ടറിൻ്റെ ബാൻഡ് വിഡ്ത്ത് 36 MHz or 72 MHz ആണ്.